കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി പഴയന്നൂരിലെ സാധാരണക്കാർക്ക് ആതുര ചികിത്സാ രംഗത്ത് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന നവോദയ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ഒരു പുതിയ സംരംഭം കൂടി ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് നമുക്ക് ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ആംബുലൻസ് നമ്മുടെ സ്ഥാപനത്തിന് വേണം എന്ന് മാനേജ്മെൻറ്റ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു ചടങ്ങിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും പുതിയ ആംബുലൻസിൻ്റെ പ്രവർത്തനം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനുമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ നടക്കുന്ന സമയത്ത് പോലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട MLA സഖാവ് ശ്രീ UR പ്രദീപ് അവർക്ക് NHRCയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അപ്പുറത്ത് പുത്തരിത്തര പ്രദേശത്ത് സജീവമായി പ്രവർത്തനമുണ്ടായിരുന്ന ഒരു ആശുപത്രിയാണ്. പഴയന്നൂർക്കാർക്ക് പുതിയ ആശുപത്രിയല്ല. എന്നാൽ സ്വന്തമായി ഒരു കെട്ടിടത്തിലേക്ക് മാറി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇനി ആംബുലൻസ് സൗകര്യം കൂടെ ഇതിനൊപ്പം ഏർപ്പെടുത്താം. ആംബുലൻസ് നമ്മുടെ ഈ ആശുപത്രിയുടെ ആവശ്യത്തിനൊപ്പം തന്നെ നാടിൻ്റെ ഏതെങ്കിലും എമർജൻസി വന്നാൽ അവിടെ കൂടെ ആംബുലൻസിൻ്റെ സേവനത്തിൻ്റെ നിയമം അനുസരിച്ച് ആപത്ത് വന്നാൽ അവിടെ ആംബുലൻസ് എത്തിക്കുക അത് തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് സഹകരിച്ച് ഗ്രാമപഞ്ചായത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടാൽ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യ പ്രവർത്തകരെല്ലാം സജീവമായി ഉണ്ടാവും. ആ നിലയ്ക്ക് ഇതിനെ കണ്ടുകൊണ്ട് ഒരു സേവനത്തിനും എന്തെങ്കിലും എമർജൻസി വന്നാൽ കൊടുക്കാനും എല്ലാമായി സജീവമായി രംഗത്ത് ഈ ആംബുലൻസ് ഉപയോഗമായി പെടട്ടെ. അതിന് ആശംസ എന്ന നിലയ്ക്ക് നമുക്ക് അറിയിക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഒരു ആരോഗ്യരംഗത്ത് ഇതിന് ആശംസ കൊടുത്താൽ ആളുകൾക്ക് കൂടുതൽ രോഗികൾ വരട്ടെ എന്നതിലേ നമുക്ക് ആശംസിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വന്ന ആളുകൾക്ക് വേഗം സേവനം ലഭിക്കാൻ പറ്റുന്ന ഒരു വണ്ടിക്ക് കൊടുക്കാൻ, ആംബുലൻസ് കൊടുക്കാൻ സാധിക്കട്ടെ. എല്ലാ തരത്തിലും ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഈ ദുരന്തമുഖം മാത്രമല്ല, രോഗികളുടെ എണ്ണത്തിൽ വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പഠന റിപ്പോർട്ടുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രമേയ രോഗികൾ തന്നെ തലസ്ഥാനമായി കേരളം മാറുമെന്ന ഒരു ആശങ്കയുണ്ട്. എന്തായാലും അത്തരം രോഗങ്ങൾ ഇന്ന് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം എമർജൻസിയായി ഇതിൻ്റെ ചികിത്സ വരുമ്പോൾ ഇവിടെ കിട്ടുന്ന ചികിത്സയ്ക്ക് ഇവിടെ കൊടുക്കാനും എവിടെയെങ്കിലും മറ്റ് കൂടുതൽ ചികിത്സ കിട്ടുന്നിടത്തേക്ക് അയച്ചു വയ്ക്കാനും ഒരു വാഹനം എമർജൻസിയായി എത്തിക്കാൻ വേണ്ടി നമുക്ക് ആംബുലൻസ് നിർബന്ധമാണ്. അപ്പോൾ ആംബുലൻസ് സേവനം എന്തുകൊണ്ടും ഇവിടെ വന്ന ആളുകൾക്ക് മികച്ച രീതിയിൽ കിട്ടാൻ സാധിക്കട്ടെ. അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും എല്ലാം അറിയിച്ചുകൊണ്ട് ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മളുടെ ജനകീയ നായകൻ MLA UR പ്രദീപ് സാറിന് ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഡയറക്ടേഴ്സ്, പാർട്ടിയുടെ മുതിർന്ന നേതാവും നമ്മളുടെ LC സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗമായി പ്രസിഡന്റും കൂടി ആയിട്ടുള്ള ചേച്ചി ശോഭന ചേച്ചി, അതുപോലെ അസീസുക പാർട്ടിയുടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓടിയെത്തി ചെയ്യുന്ന ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അസീസുക. അദ്ദേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ബാലേട്ടൻ, ഞങ്ങളുടെ ലയൻസിനും അതുപോലെ ലയൻസിൻ്റെ മറ്റു ഭാരവാഹികൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും, അതേപോലെ ഞങ്ങളുടെ ഡയറക്ടേഴ്സ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു നല്ലൊരു ആശുപത്രി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ NHRCയുടെ ഡയറക്ടേഴ്സിനും ഇവിടെ ഏറ്റവും നന്നായിട്ട് സേവനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ഞങ്ങളുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന മീഡിയാസിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.